ഓം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ഗംഗണപതയേ നമഃ. ഓം സ്വസ്തി ശ്രീ ശിവാദിഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാവർക്കും ശിവകഥാസാഗരത്തിലേക്ക് സ്വാഗതം. ശിവകഥാസാഗരം ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഒരു കഥയാണ്. ഭഗവാന്റെ ശിവരാത്രിയുമായി ബന്ധപ്പെട്ട ഒരു കഥ. ഈ കഥ തുടങ്ങുന്നത് ഒരു കാട്ടിൽ നിന്നും. ഭക്ഷണം തേടി ഉപജീവനം നടത്താൻ വേണ്ടിയിട്ട്, അതായത് സ്വന്തം ഭാര്യയെയും മക്കളെയും പോറ്റാൻ വേണ്ടിയിട്ട് വേട്ടയാടുന്ന ഒരു കിരാത വർഗത്തിലേക്കാണ് ഇന്ന് ശിവകഥാസാഗരം നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. ഒരു കാട്ടാളൻ, അതായത് വേടൻ, തൻ്റെ ഉപജീവനം നടത്താൻ വേണ്ടിയിട്ട് എല്ലാ പക്ഷിമൃഗാദികളെയും വേട്ടയാടി അന്നന്നത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട്, സ്വന്തം ഭാര്യയെയും മക്കളെയും പോറ്റാൻ വേണ്ടിയിട്ട് കാടിറങ്ങി വേട്ടയാടി ജീവിക്കുന്ന ഒരു കാലഘട്ടം. അങ്ങനെ ഈ വേടൻ വീണ്ടും പതിവ് പോലെ ഒരു ദിവസം വേട്ടയാടാൻ ഇറങ്ങി. പക്ഷേ വേട്ടയാടി വരുന്ന വേട്ടയാടാൻ ഇറങ്ങി അന്നത്തെ ദിവസം മൊത്തം അലഞ്ഞിട്ടും ഒരു മൃഗത്തെ പോലും ഇദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സങ്കടകരമായ ഒരവസ്ഥ. അദ്ദേഹത്തിന് ഭക്ഷണം കഴിക്കാനില്ലാതെ വിഷമിച്ച് വളരെ ബുദ്ധിമുട്ടി ഉൾക്കാടിലേക്ക് പ്രവേശിച്ചു. അവിടുന്നെങ്കിലും ഒരു മൃഗത്തെ കിട്ടുമെന്ന് കരുതിയിട്ട്. അങ്ങനെ സന്ധ്യയായി. കാട്ടിൽ വെളിച്ചമൊന്നുമില്ലാതെ നിൽക്കുന്ന അവസ്ഥയിൽ ഇദ്ദേഹം ഒരു മരത്തിൻ്റെ മുകളിൽ അഭയം തേടി. മരത്തിൻ്റെ മുകളിലിരുന്ന ഇദ്ദേഹം തൊട്ടടുത്തുള്ള പൊയ്കയിലാണ് ശ്രദ്ധ കണ്ടത്. അദ്ദേഹത്തിന് ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. കാരണം ഈ പൊയ്കയിലേക്ക് വെള്ളം കുടിക്കാൻ എന്തായാലും മൃഗങ്ങൾ വരും. അപ്പോൾ അതിനെ അമ്പ് ചെയ്യാം. അങ്ങനെ തനിക്കും കുടുംബത്തിനുമുള്ള ആഹാരത്തിനുള്ള മാർഗം കണ്ടെത്താം. എന്നാൽ ആ കാട്ടിൻ്റെ ഉള്ളിൽ നിന്നുള്ള ഭയാനകമായ ശബ്ദ കോലാഹലങ്ങൾ കാരണം ഇദ്ദേഹത്തിന് ശരിക്കും ഉറങ്ങാൻ സാധിച്ചില്ല. നല്ല വിശപ്പും ഉണ്ടായിരുന്നു. ഉറങ്ങി താഴെ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം, ആ കിരാതൻ, വേടൻ എന്ത് പണിയെടുത്തു? അതിൻ്റെ മുകളിലുള്ള ഇലകൾ പറിച്ച് താഴേക്കിടാൻ. അങ്ങനെ ഇലകൾ പറിച്ച് താഴെ ഇട്ടുകൊണ്ടിരുന്നു ഉറക്കം വരാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇദ്ദേഹത്തിൻ്റെ മുഖത്തു നിന്ന് വേർപ്പ് കണങ്ങൾ താഴേക്ക് ഉറ്റി വീണു. ഇദ്ദേഹത്തിനാണെങ്കിൽ ഭയന്നിട്ട് നിവൃത്തിയില്ല. അപ്പോൾ ഇദ്ദേഹം ഉറങ്ങാതെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് കുറച്ച് കഴിയുമ്പോൾ ഒരു മാൻ വെള്ളം കുടിക്കാൻ വന്നു. ആ മാൻ വെള്ളം കുടിക്കാൻ വേണ്ടി അവിടെ വന്ന സമയത്ത് ഇദ്ദേഹം അമ്പും വില്ലും എടുത്തു അതിനെ എയ്യാൻ നിൽക്കുമ്പോൾ
ആ മാൻ ഇദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ മാൻ സംസാരിച്ചു തുടങ്ങി. ക്ഷമിക്കണം, അങ്ങ് എന്നെ ഇപ്പോൾ അമ്പ ചെയ്യരുത്. ഞാൻ എൻ്റെ കുഞ്ഞിന് പാല് കൊടുത്തിട്ട് വന്നിട്ട് അങ്ങേക്ക് മുന്നിൽ ബലിയായിക്കൊള്ളാം. എൻ്റെ കുഞ്ഞിൻ്റെ വിശപ്പ് മാറ്റാൻ വേണ്ടിയിട്ട് അങ്ങ് എന്നെ അനുവദിക്കണം. ഇദ്ദേഹത്തിന് അത്ഭുതമായി, മാൻ സംസാരിക്കുകയില്ല. കൊള്ളാലോ. ഇങ്ങനെ ഓരോ കാരണങ്ങൾ പറഞ്ഞ പോയി അവസാനം അദ്ദേഹം പറഞ്ഞു, ശരി നീ പോയിട്ട് വാ. എന്തോ അങ്ങനെ അയാൾക്ക് ആ വേടന അങ്ങനെ ഒരു മനസ്സ് തോന്നി പെട്ടെന്ന്. വീണ്ടും മറ്റൊരു മാൻ വന്നു. ഇതേ മാനും ഇതുപോലെ തന്നെ ഓരോ കാരണങ്ങൾ പറഞ്ഞിട്ട് കുറേ മാനുകൾ വന്നു പോയി. ഇദ്ദേഹത്തിനെ സാധാരണ ഇദ്ദേഹത്തിൻ്റെ വേടത്വം, അതായത് വേട്ടയാടാനുള്ള ആ പാടവം ഉണ്ടായിട്ടും ആ മനസ്സ് എന്തുകൊണ്ടോ കിരാതമായ മനസ്സിൽ നിന്ന് ഒരു സ്നേഹത്തിൻ്റെ ഉറവ പൊട്ടുന്നത് ഇദ്ദേഹം അറിയാതെ അറിയുന്നുണ്ടായിരുന്നു. എന്താണ് തനിക്ക് പറ്റിയതെന്ന് ഇദ്ദേഹത്തിന് വ്യക്തമായൊരു ധാരണ കിട്ടുന്നില്ല. കാരണം മാനുകൾ തന്നോട് സംസാരിക്കുന്നു, ആ ഭാഷ തനിക്ക് മനസ്സിലാവുന്നു. ആ തൻ്റെ മുന്നിൽ വരുന്ന ഭക്ഷണം ആണെന്ന് കരുതുന്നതിന് പകരം അതിനോട് സ്നേഹം തോന്നുന്നു. അങ്ങനെ പുലർച്ചെ കഴിഞ്ഞു. രാവിലെ ആകുമ്പോൾ താഴേക്ക് നോക്കുന്ന സമയത്ത് കുറേ മാനുകൾ വന്നിട്ട് മുന്നിൽ നിൽക്കുകയാണ്. മുന്നിൽ എന്നിട്ട് പറയുന്നു, താങ്കൾ പറഞ്ഞ പ്രകാരം ഇതാ നമ്മുടെ കാര്യങ്ങൾ പൂർത്തിയാക്കി, ഇനി താങ്കൾക്ക് നമ്മളെ കൊല്ലാം എന്ന് പറഞ്ഞുകൊണ്ട് സ്വയം ബലിയാവാൻ വേണ്ടിയിട്ട് മാനുകൾ മുന്നിൽ വന്ന് നിന്നപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മനസ്സ് ഇടറിപ്പോയി. ഇദ്ദേഹം വിചാരിച്ചു, ഇത്രയും വാക്ക് പാലിക്കാൻ ഒരു മൃഗത്തിന് കഴിയുമെങ്കിൽ, ഇത്രയും സ്നേഹസമ്പന്നമായി പെരുമാറാൻ കഴിയുമെങ്കിൽ താൻ ഇവരിലും എത്രയോ തുച്ഛനല്ലേ. ശരിക്കും മൃഗത്വം എന്നിലല്ലേ ഉള്ളത്. ഈ ഒരു തിരിച്ചറിവ് അദ്ദേഹത്തിനുണ്ടായി. ഉടനെ മാനുകളെല്ലാം അനേകം ആൾക്കാരായി മാറുകയാണ്. അതായത് ശിവ സന്ദേശവാഹകരാണ് അവര്. എനിക്കെന്താണ് സംഭവിച്ചതെന്ന് അറിയാതെ പശ്ചാത്തപിച്ച് കരയുന്നവരുടെ ആ കിരാതന്റെ മുന്നിൽ, ആ വേടന്റെ മുന്നിൽ പോയിട്ട് ഇവരെല്ലാവരും പറയാണ്, നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ട ആവശ്യമില്ല. കാരണം മഹാദേവൻ നിങ്ങളിൽ പ്രസാദിച്ചിരിക്കുകയാണ്. ഭൂതദയ എന്നുള്ള ആ അനുഭവത്തെ അങ്ങക്ക് അനുഭവിച്ചു തരാൻ കാരണം എന്നുള്ളത് അങ്ങ് ശിവ ഉപാസന ചെയ്തു എന്നുള്ളതാണ്. ഇന്നലെ ശിവരാത്രി ഉറക്കമൊഴിച്ച് അങ്ങ് കയറിയിരിക്കുന്ന ഈ ഈ വില്ലമരത്തിൽ നിന്ന് ഇലകൾ പൊഴിച്ച് വില്വാർച്ചന ഭഗവാന് ചെയ്ത് അങ്ങയുടെ വേർപ്പ തുള്ളികൾ മഹാദേവന്റെ ലിംഗത്തിൽ അത് ധാരധാരിയായി ഭഗവാന് ധാര ചെയ്യുകയും ധാരയായി മാറുകയും ഒക്കെ ചെയ്തു. നിങ്ങൾ അറിയാതെ ശിവരാത്രി ദിവസം ശിവപൂജയോടുകൂടി കഴിഞ്ഞതിനാൽ നിങ്ങളുടെ സകല പാപങ്ങളും ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇനി നിങ്ങൾക്ക് വേടത്വ ഭാവമില്ല.
നിങ്ങൾക്ക് സകല തരത്തിലുള്ള ഐശ്വര്യങ്ങളും വന്നു ചേരും. നിങ്ങളുടെ മരണശേഷം നിങ്ങൾ ഭഗവാനിലേക്ക് ലയിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞ് മനസ്സിലാക്കുകയും ഇനി മുതൽ നിങ്ങൾക്ക് ദാരിദ്ര്യം ഇല്ല എന്നുള്ള ഒരു അനുഗ്രഹം കൊടുക്കുകയും തുടർന്ന് ഈ ശിവലിംഗം വീട്ടിൽ കൊണ്ടുപോയി അവിടെ പൂജ നടത്താനും തുടർന്ന് ഈ മാൻ്റെ രൂപമെടുത്ത ഇവർ പറയുകയാണ് ശിവഗണങ്ങൾ. അങ്ങനെ അറിയാതെ ഒരു ശിവരാത്രി വ്രതം എടുത്ത ഒരു വേടന് ജന്മസാഫല്യം ലഭിക്കും എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ലഭിച്ചു എങ്കിൽ പിന്നെ നമ്മുടെയൊക്കെ കാര്യം പറയണോ? അറിഞ്ഞുകൊണ്ട് നമ്മൾ ഇതെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫലം എന്തായിരിക്കും? മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇത് ഉപാസനയുടെ ഒരു ഘട്ടം മാത്രമാണ്. സത്യത്തിൽ ശിവനെ ആരാധിക്കുന്നതിന് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ആരാധിക്കപ്പെടുന്നവൻ ശിവനായി മാറുമെന്നുള്ളതാണ്. ആരാധിക്കുന്നവൻ ശിവനായി മാറും. ആരാണോ ശിവനെ ആരാധിക്കുന്നത് അവൻ ശിവനായി മാറും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ശിവോഹം എന്ന് പറയുന്നത്. ഞാൻ ശിവനാകുന്നു, അഹം ശിവോഹം. കൈലാസം പ്രാപ്തിയെ നൽകുമെങ്കിലും യഥാർത്ഥ എന്താണോ ഇഷ്ടമായിരിക്കുന്ന അനുഭവം എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയുന്നതിന് മുമ്പ് ശിവൻ എന്താണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഈ അനുഭവങ്ങളിലോ ഇഷ്ടങ്ങളിലോ അല്ലാതെ ശിവനിൽ മനസ്സ് ലഗ്നമായി നിൽക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ശിവത്വം പ്രകാശിച്ചു തുടങ്ങും. തുടർന്ന് ശിവോഹം എന്ന ആത്മതത്വത്തെ നമുക്ക് അറിയാനും സാധിക്കും. ശിവരാത്രി എടുക്കാൻ പറ്റാത്തവരുണ്ടാവും. നിങ്ങൾ ശിവരാത്രി എടുത്താലും എടുത്തില്ലെങ്കിലും പഞ്ചാക്ഷരം കൊണ്ട് മാറാത്ത പാപങ്ങളില്ല. പഞ്ചാക്ഷരം കൊണ്ട് ശുദ്ധമാകാത്ത പഞ്ചഭൂതങ്ങളുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഭഗവാനെ ഭൂതനാഥ എന്നും വിളിക്കുന്നുണ്ട്. പഞ്ചാക്ഷരം കൊണ്ട് ഭൂതശുദ്ധി വരുത്താൻ സാധിക്കും. പഞ്ചാക്ഷരം കൊണ്ട് സകല പാപനാശനവും സാധിക്കും. പഞ്ചാക്ഷരം കൊണ്ട് ശിവനായി തീരാനും സാധിക്കും. അതുകൊണ്ട് തന്നെ എല്ലാവരും മനസ്സറിഞ്ഞ് നമഃശിവായ എന്നുള്ള പഞ്ചാക്ഷര മന്ത്രം ജപിക്കുക. മഹാദേവൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഹരി ഓം. അരുണാചല ശിവം, അരുണാചല ശിവം, അരുണാചല ശിവം.